നമസ്കാരം സുഹൃത്തുക്കളെ. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദിൻ്റെ ഇറാനിലെ പ്രവർത്തനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്കില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അവരെന്തൊക്കെയാണ് ഇസ്രായേലിലെ സംഘർഷത്തിന് തയ്യാറെടുപ്പുകളും അവരെങ്ങനെയാണ് പല വിവരങ്ങളും ഇസ്രായേലിലേക്ക് ചുവർത്തിക്കൊടുത്തത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരികയാണ്. നിലവിലെ മൊസാദിന് തലവനായിട്ടുള്ള ഡേവിഡ് ബെർണിയ 5 വർഷത്തെ കാലാവധി അവസാനിപ്പിച്ച് അദ്ദേഹം ചുമതല ഒഴിയുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ കൂടെ സാധാരണയായി മൊസാദ് വളരെ രഹസ്യപൂർവ്വം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്കയും നടത്തിയ ആക്രമണത്തിന് ശേഷം ബെർണിയ ഒരു പ്രസ്താവന നടത്തി. അവിടെ ഞങ്ങൾ ഉണ്ടാകും എന്നത്തെ പോലെ തന്നെ ഇറാനിലെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ പറയുന്ന പ്രകാരം ഇറാനിലെ 30 മുതൽ 40 വരെ രഹസ്യാന്വേഷണ സെല്ലുകൾ പ്രാദേശിക സഹായത്തോടെ മൊസാദ് പ്രവർത്തിക്കുകയാണ്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇസ്രായേൽ അടിക്കുന്നതിന് മുമ്പ് അവിടെ ഉള്ളിൽ തന്നെ ആക്രമണം നടത്തുക. അതായത് ഇന്നത്തെ ഈ ഫെബ്രുവരി 28-ന് പരമോന്നത നേതാവ് ഖമേനിയുടെ മരണപ്പെട്ട ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നെതന്യാഹുവിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, ആ പറയുന്ന ഖമേനിയുടെ ഫോട്ടോ ചെന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ തൊട്ടടുത്ത് തന്നെ മൊസാദിൻ്റെ ഏജന്റുമാരുണ്ട് എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ ഏജന്റുമാർ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റംസുകൾ, അവരുടെ മിസൈൽ ലോഞ്ചറുകൾ, സംഭരണ കേന്ദ്രങ്ങൾ, നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവയുടെ വ്യക്തമായ സ്ഥാനം മനസ്സിലാക്കിയിട്ട് ആക്രമിക്കുന്നതിന് മുമ്പ്, അത് അമേരിക്കയും ഇസ്രായേലും അടിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡ്രോണുകൾ, സൂയിസൈഡ് ഡ്രോൺസ് ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടി, അതായത് IRGCയിലെ തലവന്മാരുടെ ഓരോ നീക്കങ്ങളും, യുറേനിയം എവിടെയാണ് വെച്ചിരിക്കുന്നത് പോലും മൊസാദിന് അറിയാമെന്നാണ് മൊസാദിൻ്റെ ഇൻസൈഡേഴ്സ് പറയുന്നത്. കാരണം രഹസ്യ ഡ്രോൺ ബേസ് സാധിക്കൂ. അതാണ് നമ്മളൊക്കെ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, അമേരിക്ക അളിയൻ്റെ വിമാനം 200 വട്ടം പോയി തിരിച്ചു വന്നു, അളിയൻ്റെ പൂട പോലും പറിക്കാൻ പറ്റിയില്ല. അമേരിക്കയാണെങ്കിൽ താഴെ പോയി, ഒരു വിമാനം താഴെ പോയി, ആ ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും കുറേ വിമാനങ്ങൾ താഴെ പോയി ലക്ഷക്കണക്കിന് കോടികൾ മുടക്കി. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, അളിയൻ്റെ വിമാനം വന്നും പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അളിയൻ്റെ വിമാനത്തിന് ഒരു കുഴപ്പം പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് CIA പറ്റാത്തത് മൊസാദ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് അടിക്കുന്നതിന് മുമ്പ് ആ നെതന്യാഹു സിഗ്നൽ കൊടുക്കുമ്പോൾ തന്നെ ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും മിസൈൽ സെറ്റുകളെയും അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന ആത്മഹത്യാ ഡ്രോൺ മൊസാദിന്റെ ഓപ്പറേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഇറാനെ പൂർണ്ണമായിട്ടും പിടിച്ചു കെട്ടിപ്പോയി. കാരണം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ഈ എയർ സുപ്പീരിയറിറ്റി 200 വിമാനങ്ങൾ വന്നു പോകണം കാരണം പറയുന്ന മൊസാദിൻ്റെ ഏജന്റുമാർ 40-50 പേര് അവരൊരു ഗ്രൂപ്പായിട്ട് ആത്മഹത്യ ഡ്രോണുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ എയർ ഡിഫൻസിനെ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു. ഇത് മാത്രമല്ല, വിജയകരമായ ഒരു ഓപ്പറേഷൻസ്, അതായത് ഈ 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 30ഓളം ഇസ്രായേൽ എംബസികൾക്കെതിരെയുള്ള ആക്രമണ സാധ്യത ഇവര് ചാരന്മാരെ കണ്ടുപിടിച്ച് നിർവീര്യമാക്കിയെന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഈ ചാരന്മാരെ പറയുന്ന ഒരുപാട്, അതായത് 2018 ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യ രേഖകളും കവർന്നെടുത്തു. ഒരുപാട് പേര് ചിന്തിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് ഇറാന് പൂർണ്ണമായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ സാധിക്കാത്തത്. കാരണം എന്ന് പറയുന്നത് ഇറാൻ എന്തെങ്കിലും ശ്രമിച്ചാൽ അതിൻ്റെ ഐഡിയാസും അതിൻ്റെ രഹസ്യങ്ങളും മുഴുവൻ എടുക്കും. കാരണം കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മിഡിൽ ലെവൽ രാജ്യമാണ്, ജനങ്ങൾ പട്ടിണിയിലാന്ന് പറയാൻ സാധിക്കും, എന്നാൽ പോലും ജനങ്ങൾക്ക് പണം വേണം. അപ്പോൾ കൂറുമാറാൻ തയ്യാറാണ്. അതായത് ഈ പറയുന്ന തേർഡ് വേൾഡ് കൺട്രിയിലൊക്കെ എപ്പോഴും അങ്ങനെയാണ്, കൂറുമാറാനും $10 കിട്ടിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ പലതും കൊടുക്കും. ഇറാനിലെ ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായി IRGC ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ കാര്യക്ഷമത കുറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ഫ്രിക്ഷൻ വന്നിരിക്കുന്നു. അവിടെ മൊസാദ് കടന്നുകൂടിയിരിക്കുകയാണ്. മൊസാദിന് എന്താണോ പറയാൻ സാധിക്കില്ല, ഇനി എന്തൊക്കെയാണോ അവിടെ ചെയ്യാൻ പോകുന്നത് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ അവരുടെ മൊസാദിൻ്റെ ഏജന്റുമാരുടെ ഓപ്പറേഷൻ രീതി, അതായത് അവർ പരിധിയിരിക്കും, BBയുടെ സിഗ്നൽ കിട്ടിയ ആ നിമിഷം ഒരു ആക്രമണം ആരംഭിക്കും. ഇന്നിപ്പോൾ വേറെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിൽ ഏകദേശം 20,000-ഓളം വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. യൂറോപ്പിൽ എണ്ണ
എണ്ണ വില കുതിച്ചുയരുക മാത്രമല്ല, എണ്ണ കിട്ടാനില്ല, ഭക്ഷണം പോലും ഇനി കിട്ടാത്ത അവസ്ഥയിലേക്കായിരിക്കുമ്പോൾ പോകാൻ പോകുന്നത്. ഹോർമുസ് അടച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ വിമാനങ്ങൾ നിർത്തലാക്കുന്നു, വിമാന വില കുതിച്ചുയരുന്നു, നമ്മൾ നാട്ടിൽ പോലും ഹോട്ടലുകൾ അടയ്ക്കുന്നു. അപ്പോൾ എന്താണ് ഈ മൊത്തത്തിലുള്ള അവസ്ഥ? എവിടേക്കാണ് ലോകം ചെന്ന് അവസാനിക്കുന്നത്? ട്രംപ് അവസാനിക്കുമോ, ഇറാൻ അവസാനിപ്പിക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് മൊസാദിൻ്റെ പരിപാടിയായിരുന്നു. മൊസാദ് അവിടെ തന്നെയുണ്ട് എന്ന് മൊസാദ് പറയുന്നത് ഇന്നും നാളെയും ഉണ്ടാകും എന്നവർ പറയുകയാണ്.